ഓണർഷിപ്പ് 53,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പിന്നെ LX ആണെങ്കിൽ സ്പെഷ്യൽ ഡിസെന്റ്. ഇത് വണ്ടി 2016 മാനുഫാക്ചറിംഗ് ആണ്. 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 വണ്ടി MB5 സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് വണ്ടി 2007 മോഡലാണ്. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ഏറ്റവും ടോപ്പിന്റെ പേരാണ് എക്സോ എന്ന് പറയും. അതായത് AC പാസിന് 4 മോഡൽ ഓൾട്ടോ 800 LX ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ OLX കാർസിലാണ്. അപ്പം OLX കാർസ് നവീകരിച്ചിട്ടുണ്ടോ, അല്ല നല്ല പുതിയ ഷെഡൊക്കെ ചെയ്തു, തറയിലൊക്കെ ഇന്റർലോക്ക് ഇട്ടു. അപ്പം നല്ല എന്താ പറയുക, നല്ല ഗുഡ് ലുക്കിംഗ് ആയി, തറയൊക്കെ വൃത്തിയായി, വണ്ടികളൊന്നും ചെളിയടിക്കൂല ഇനി. അപ്പം ഈ പാർക്ക് ആൻഡ് സെയിൽ ഇപ്പോൾ ഉണ്ടല്ലേ, എടുക്കുന്നുണ്ട് ഇപ്പോൾ. നേരത്തെ നമുക്ക് ഇപ്പം ഇനി അവർക്ക് നേരിട്ട് കൊണ്ടിടാം, കാരണം വണ്ടി തന്നെ കിടന്നോളും. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാത്തത്. പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ടല്ലേ? അത് 10 വർഷം പഴയ, 2010 ആണെങ്കിൽ 2015 ഇപ്പം ഈ മാസം അതിന് ശേഷമാണ് 10 വർഷം. ഇന്ന് ഇപ്പം തൊട്ട് 10 വർഷം 10 വർഷം. അതെ, അപ്പോൾ അതായത് വണ്ടിയൊക്കെ അതായത് ബ്രാൻഡ് തന്നെ, അതായത് ബ്രാൻഡ്. അത് മാരുതി മാരുതി, ഹുണ്ടാണെങ്കിൽ ഹുണ്ടായി, ഹോണ്ട ആണെങ്കിൽ ഹോണ്ട, ഒറിജിനൽ കമ്പനി തന്നെ റെന്റ് കൊടുക്കും. ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം അമരവള താന്നിമൂടാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ പാറശ്ശേരി പോകുന്ന വഴിക്ക് അമരവള താന്നിമൂട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ അപ്പോൾ റോജി, നമുക്ക് ഫസ്റ്റ് വേണ്ടി ബഡ്ജറ്റ് കാര്യത്തിനുള്ള. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വണ്ടി 2001 മോഡല് കാർബറേറ്റർ ആണ്. കാർബറേറ്റർ വണ്ടി 2026 ലാസ്റ്റ് വരെ പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഷോറൂമിന്റെ പണി പ്രമാണിച്ച് വണ്ടികളൊക്കെ പൊടിയായി കിടക്കുന്നുണ്ട്. ബാക്ക് റോയിലെ വണ്ടി മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലെല്ലാം ക്ലിയർ ആയി കിടപ്പുണ്ട്. ഓക്കെ, പക്ഷേ ഒരു ഫാമിലിക്ക് എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ചെറിയ ഫാമിലി പഠിക്കാൻ നമ്മൾ കൂടുതൽ പഠിക്കാനുള്ളവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ല, ഇത് നമ്മുടെ മോഡൽ 2001 കാർബറേറ്റർ വണ്ടി അല്ലേ? കാർബറേറ്റർ ആണ്. ഓക്കെ, ഇന്റീരിയർ സീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല, വൃത്തിയായിട്ടുണ്ട്. പിന്നെ മോഡൽ അപേക്ഷിച്ച് കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. അപ്പോൾ ഒരു വണ്ടി എടുത്ത് പഠിക്കാം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 37 രൂപ പ്രതീക്ഷ, 37,000 രൂപ. നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 800 വണ്ടി 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 53,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. പിന്നെ LX ആണെങ്കിൽ സ്പെഷ്യൽ എഡിഷൻ ആണ്. അത് AC പാസും പറഞ്ഞ നോർമൽ വരുന്നുണ്ട്. അതുപോലെ സ്റ്റിക്കറിങ്ങും നമ്മളെ സ്പോയിലർ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റിക്കറിംഗ് ഇൻബിൽറ്റ് വരുന്നില്ല വണ്ടി. LX ആണ്. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ഉണ്ട്. വേറെ സ്ക്രാച്ചസ് അങ്ങനെ മേജറായിട്ട് വേറെ വിഷയമൊന്നുമില്ല, ഇതൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് കിട്ടില്ല, കമ്പനി സർവീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇന്റീരിയർ സീറ്റ് വർക്ക് ഉണ്ട്, വൃത്തിയുണ്ട്. 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, AC എല്ലാം വർക്കിംഗ് ആണല്ലോ? അല്ല, വർക്കിംഗ്. ഓക്കെ, അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമ്മൾ 220 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണല്ലോ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? നമുക്കൊരു 170 180 രൂപ ചെയ്യാം. വണ്ടി 2003 ആണ്. 2003 കാർബറേറ്റർ തന്നെയാണ്. പിന്നെ അതിനെ വെച്ച് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അതിനേക്കാളും കുറച്ചൊരു ബെറ്റർ ക്വാളിറ്റിയാണ്. ഓക്കെ, ഈ ടയർ കണ്ടീഷൻ കുറച്ച് കൊള്ളാം കേട്ടോ, അതിനേക്കാളും കുറച്ചൊരു ക്വാളിറ്റി ഉണ്ട്. ഇത് കാർബറേറ്റർ വണ്ടി അല്ലേ? ഇത് കാർബറേറ്റർ തന്നെയാണ്. ടയർ കൊള്ളാം, നല്ല ടയർ കണ്ടീഷൻ. ഓക്കെ, ബോഡി ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എടുത്ത് പഠിക്കാൻ ഒരു പർപ്പസിനാണ്, പഠിക്കുന്ന അത്യാവശ്യം ഉപയോഗിക്കുന്ന കുഴപ്പമില്ല. അപ്പം ഈ വണ്ടി കാർബറേറ്ററിൽ താല്പര്യമുള്ളവർക്ക് വലിയ കുഴപ്പമില്ല. AC വരുന്നില്ല, സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ സീറ്റ് വരെ നല്ല പൈസ ചെയ്തിട്ടുണ്ട്, എടുപ്പുണ്ട്, കുഴപ്പമില്ല. ഒരു ഉദ്ദേശിച്ച വണ്ടി അപേക്ഷിച്ച മോഡൽ അപേക്ഷിച്ച് കുഴപ്പമില്ലെന്നാണ് ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, ആ ഒരു വില വരുന്നു. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം. 2028 പേപ്പറും ഉണ്ട്. 28 പേപ്പറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വില? നമുക്ക് വല്ല 45 രൂപ കൊടുക്കാം. 40,000 രൂപ. അടുത്ത വണ്ടി ഓൾട്ടോ 800. ഓൾട്ടോ 800. ഇത് വണ്ടി 2015 മോഡലാണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ആണ്. ഓക്കെ, പിന്നെ പറയാനായിട്ട് വേറെ സ്ക്രാച്ചസിൻ്റെ മൈന്യൂട്ട് ഡെൻറ്റ്സ് ഇവിടെ കാണുന്നതെന്ന് അറിയില്ല. എയർ കണ്ടീഷൻ ഫ്രണ്ടിൽ കുഴപ്പമില്ല, ബാക്കിൽ ആവറേജ് ആണല്ലേ? LX വേറെ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സർവീസ് കമ്പനി സർവീസിനാണ്. കമ്പനി സർവീസാണ്. ഉള്ളത്. ഓക്കെ, സീറ്റ് ഇന്ത്യയിൽ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട്. വേറെ എല്ലാം മാരുതിയായിട്ടുണ്ട്. ഇതിന് ഒരു നോർമൽ ഇത് വരുന്നത്. ഓക്കെ, എന്തായാലും മൈലേജ് വന്നിട്ട് ഓൾട്ടോ എന്തായാലും 20 കിട്ടൂലേ? ചോട് കിട്ടും. റോജറിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കൊരു 239 റേഞ്ചിൽ കൊടുക്കാം. 239. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് 2 ലക്ഷം ഫിനാൻസ് ചെയ്യാം. റോജി ബ്രോ, അടുത്ത വണ്ടി നമ്മുടെ ആ ആൻഡ്രോയിഡിന്റെ 3ാമത്തെ വണ്ടി, അതേ സെയിം കളർ. ഇത് പക്ഷേ MB5 ആണ്. MB5 വണ്ടി. മോഡലോ? 2003 വണ്ടി MB5. 2003 MB5 സെക്കൻഡ് ഓണർഷിപ്പ്. ഈ 3ലും ഏറ്റവും കാണാൻ വൃത്തിയുള്ള വണ്ടി ഇതാണ്. MB5 നല്ല ക്വാളിറ്റി ഉണ്ട്. അത് വണ്ടി കാണുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ടയർ 4 പുതിയ ടയറുണ്ട്. പിന്നെ ബോഡിയിൽ ഡെന്റോ സ്ക്രാച്ചസ് ഒന്നും ഇല്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. അത് പറയാനായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും.
വൃത്തിയുണ്ടല്ലേ, വൃത്തിയുണ്ട്. അതെ, ഞാൻ പറയാം നമുക്ക് എല്ലാ ടൈപ്പ് ബഡ്ജറ്റ് ആ ഒരു ഏറ്റവും കുറച്ചാണെങ്കിൽ കുറഞ്ഞത് ആവറേജ് എങ്ങനെയാണ് കൊടുക്കാം. ടയർ നാലും പുതിയതുണ്ട്. ഇൻറ്റീരിയർ നോക്കുമ്പോഴും സീറ്റ് കവറൊക്കെ ഉണ്ട്. അതിൽ ഒരു സീറ്റിൻ്റെ മേളിൽ വേറെ സീറ്റ് കിടപ്പുണ്ട്, റിമൂവ് ചെയ്ത് മാറ്റാം. ഓക്കെ. ഇപ്പോൾ 2003 1800 MPF വണ്ടി, AC വരുന്നില്ല, സ്റ്റാൻഡേർഡ് ആണ്. 2022 പേപ്പറുണ്ട്. 22 പേപ്പറുണ്ട്. എത്രയ്ക്ക് കൊടുക്കാം നമുക്കിപ്പം? നമുക്ക് 53 രൂപ കൊടുക്കാം. 53 രൂപ ചെറുതായിട്ട് കുറയ്ക്കാൻ നെഗോഷ്യബിൾ ആണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ. ഇവിടെ നമ്മളെ പക്ക പറയാം. മറ്റേ പഠിക്കാൻ കണക്കുള്ള വണ്ടി ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. ഇത് പക്ഷേ എടുത്ത് ഉപയോഗിക്കാം, പക്ക എടുക്കാം, കുഴപ്പമില്ല. കാരണം എഞ്ചിനൊക്കെ പക്കയാണല്ലോ. പക്കയാണ്. മറ്റേ പഠിക്കാൻ വരുന്നവർക്ക് വണ്ടി പക്കയാണ്. പഠിക്കാൻ അത്യാവശ്യം യൂസിനും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ഒരു പ്രിഫറൻസിന് ആ വണ്ടി കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യം ഫാമിലീസ് അങ്ങനെ ഒരു ബഡ്ജറ്റ് വണ്ടിയാണ്, ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, അപ്പോൾ അതാണ് വില വ്യത്യാസം വരുന്നത്. ഓൾട്ടോ 800 ഇത് 2014 മോഡൽ ഓൾട്ടോ 800 LXi ആണ്. ഓക്കെ. ടയർ ഫ്രണ്ടിൽ പുതിയതുണ്ട്, ബാക്കിലും ഒരു 80% ടയറുണ്ട്. വണ്ടി വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളല്ല, ഓൾമോസ്റ്റ് 2 ടയർ പുതിയ തന്നെയാണ്. അതെ, എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. വേറെ സ്ക്രാച്ചസോ ഒന്നുമില്ലല്ലോ, ക്വാളിറ്റി വണ്ടിയാണ്. ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നുമില്ല. കിലോമീറ്റർ എന്താ പറഞ്ഞത്? കിലോമീറ്റർ 27,000 കിലോമീറ്റർ. എന്നും കിലോമീറ്റർ ആണല്ലോ. സിംഗിൾ ഉണ്ട്, അത്ര കുറച്ച് ലോ കിലോമീറ്റർ വണ്ടിയാണ്. കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. സീറ്റ് കവറുണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, വണ്ടി നല്ല വൃത്തിയുണ്ടല്ലേ, ക്ലീൻ ആണ്, ഡെൻ്റ് ഒന്നുമില്ല. ഒരു ചെറിയ ഡെൻ്റ് പോലും പറയാനില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി, നല്ല ഫാമിലി യൂസിന് പറ്റിയ ക്ലീൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 237 റേഞ്ചിന് കൊടുക്കാം. 237 എത്ര വരും? 2 രൂപ ഫിനാൻസ് ചെയ്യാം. അപ്പോൾ അടുത്ത വണ്ടി ഡിസയർ ആണ്. ഇത് വണ്ടി 2015 ലാസ്റ്റ് മോഡലാണ്. ZXi ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. ഏറ്റവും അതായത് AC പവർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റബിൾ, പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ, അലോയ് വീല്, ഫോഗ് ലാമ്പ്, D4, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? ടയർ കണ്ടീഷൻ 50% ടയർ ഉണ്ട്. അറൗണ്ട് 50 അടുപ്പിച്ച് 50 മുകളിൽ പറയാൻ പറ്റില്ല, 50 പറയാൻ പറ്റുള്ളൂ, കൂടുതൽ പറയാൻ പറ്റില്ല. റിവേഴ്സ് ക്യാമറയൊക്കെ ചെയ്തിട്ടുണ്ട്. ZXi ആണ്. പറയേണ്ട മേജറായിട്ട് വല്ല ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. അലോയ്സ് ഉണ്ട്. അന്നത്തെ ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? സീറ്റ് കവറുണ്ട്, അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. ZXi ആണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. അപ്പോൾ എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രദർ? എല്ലാം വർക്കാണ്, ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അത് വണ്ടി കിലോമീറ്റർ 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൽ 1,12,000 കിലോമീറ്ററിൽ ലാസ്റ്റ് മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മേജർ എനിക്കാണ് കമ്പനി തന്നെ, ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതിൽ തന്നെ ക്ലച്ച്, സസ്പെൻഷൻ, പ്ലഗുകൾ, ബെൽറ്റ്, എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഇനി അടുത്ത സർവീസ് ഇനി ഒരു 15 കിലോമീറ്റർ അല്ലെങ്കിൽ അടുത്ത വർഷം വരും. നോർമൽ സർവീസ് വരേണ്ട ആവശ്യമുള്ളൂ. നോർമൽ സർവീസിൻ്റെ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട ഒന്നുമില്ല. എത്ര കൊടുക്കാം നമുക്കപ്പം? നമുക്ക് ഫയലിൽ 3,80,000 രൂപ കൊടുക്കാം. 4 ലക്ഷം വരെ ലോൺ കയറും. 20,000 രൂപ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ. ഇത് വണ്ടി 2007 മോഡലാണ്. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് എക്സോ എന്ന് പറയും. അതായത് AC പവർ, 4 ഡോർ പവറിന്റെ ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. 4 പുതിയ ടയർ, 4 പുത്തൻ ടയർ ഉണ്ട്. 4 പുതിയ ടയർ ഉണ്ട്. നല്ല ക്വാളിറ്റി. സസ്പെൻഷൻ ഉൾപ്പെടെ മാറിയിട്ടുണ്ട് വണ്ടിയിൽ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ടയറിന്റെ കാര്യം പറയുമ്പോൾ പലരും നമ്മളെ പല കമന്റിലും നമ്മളെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. ടയറിന്റെ കേസ് പറയുമ്പോൾ, പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ടയറിന്റെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് 4 ടയർ മാറുമ്പോൾ എത്ര രൂപ? ഇതിപ്പോൾ 12,000 രൂപ ആവില്ലേ? അപ്പോൾ അതൊരു ചിലവ് തന്നെയല്ലേ? അപ്പോൾ ടയർ കണ്ടീഷൻ നമ്മൾ പറയണ്ടേ? തീർച്ചയായിട്ടും. അത് പല 13 ഇവിടെ അറൗണ്ട് 16 രൂപ അടുപ്പിച്ച് വരും. ഒരു ടയർ 3,200 3,300 ഒരു 4,000 രൂപ വരും. നല്ല ബ്രാൻഡ് ടയർ. ചിലവര് ടയറിനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ അത് ഓടൂല, കാഴ്ച പുതിയായിട്ടിരിക്കും, പക്ഷെ കൂടിപ്പോ ഒരു കുറച്ച് കിലോമീറ്റർ ഓടും. അതുകൊണ്ടാണ് ടയർ കണ്ടീഷൻ പറയുന്നത് കേട്ടോ. പലരും ടയർ ഉണ്ടല്ലോ, ടയറിന് കളിയാക്കാറുണ്ട്, പക്ഷേ അതാണ് സത്യം. ടയറിനും നമ്മൾ പക്ഷെ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും മാറുമ്പോൾ നല്ല 10,000-15,000 രൂപ വരും. ഓക്കെ, അത് ചിന്തിക്കുന്നില്ല, അതാണ് വിഷയം. ഓക്കെ, അപ്പം ബോഡി ക്വാളിറ്റി നിങ്ങൾക്കറിയാം, വേറെ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല, മേജർ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ വണ്ടിക്ക്. ഒരു പക്ഷേ വണ്ടി ഓടിക്കുന്നത് സൂപ്പറാണ്, നല്ല പക്ക. ഞാൻ ഓടിച്ചു നോക്കിയ വണ്ടി, കുഴപ്പമൊന്നുമില്ല, നന്നായി ഓടിച്ച് എന്തായാലും ഇഷ്ടപ്പെടും വണ്ടി. ഓക്കെ, JVC സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ഇതിനകത്ത് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന ടയർ 4 പുതിയതുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ആയുഷ്കാലം മുഴുവൻ ഓടാൻ ടയറുണ്ട്. വേറെ വിഷയം, എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്കയാണല്ലോ? പക്കാണ്. AC എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആണ്. എത്രയ്ക്ക് കൊടുക്കാം നമുക്കപ്പം? നമ്മൾ 1,10 പ്രതീക്ഷിച്ചത് നെഗോഷ്യബിൾ ആണ്. വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ് വരുന്നതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയാം, സസ്പെൻഷൻ ഇപ്പോൾ അവർ കസ്റ്റമർ എടുത്ത് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, പെട്രോൾ അടിക്കുക ഓടുക മാത്രമല്ല, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അടുത്ത വണ്ടി കൊറോള
വണ്ടി 2004 ടൊയോട്ട കൊറോളയാണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. 144 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 2029 വരെ പേപ്പർ ഉണ്ട്. ഓൾമോസ്റ്റ് 5 വർഷത്തോളം പേപ്പർ ഉണ്ട്. 4 വർഷം പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് എത്രയായി? തേർഡ് ഓണർഷിപ്പ് ആണെന്ന് തോന്നുന്നു. എയർ കണ്ടീഷൻ ആവറേജ് ആണ്. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ടൊയോട്ടയെ സംബന്ധിച്ച ഓട്ടോ അല്ലേ 6 കിലോമീറ്റർ? ഒരു ഓട്ടോ അറിയില്ല എത്ര ലക്ഷം ഓടുന്നുള്ളത്. കിലോമീറ്റർ ടൊയോട്ടയെ സംബന്ധിച്ച ഓട്ടോ അല്ല. ഓക്കെ, വണ്ടി ബോഡിയൊക്കെ ഉള്ള പക്ഷേ ജസ്റ്റ് വാഷ് ചെയ്യേണ്ടി വരും, ഇത്രേ ഉള്ളൂ അല്ലേ? അല്ല, കൊടുക്കാനുള്ള വാഷേ കൊടുക്കുള്ളൂ, പഠിക്കണ്ട. ഓക്കെ, ഇന്ത്യയിലൊക്കെ നീറ്റാണ്. അതല്ല ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴേ അഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി കൊടുക്കും, വാഷേ കൊടുക്കുള്ളൂ. എന്തായാലും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇന്റീരിയർ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC വേർഷൻ ക്ലൈമറ്റ് AC ആണ്. പഴയ ടെസ്റ്റ് അത് ഈ DVD ചേഞ്ചറൊക്കെ ഉള്ള സെറ്റാണ്. പഴയ 6 ഡിസ്ക് വരുന്ന സാധനം. പക്ഷേ ടൊയോട്ടയുടെ ബിൽഡ് ക്വാളിറ്റി പറയാതിരിക്കും, നല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യമായിട്ടും. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഈ വാഹനം നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 165. 165 നെഗോഷ്യബിൾ ആണല്ലോ. ചെറുതായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. ഇത് വണ്ടി 2010 മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് വരുന്നില്ല. വണ്ടി കൊള്ളാം. ഈ വർഷം ലാസ്റ്റ് വരെയാണ് പേപ്പർ വരുന്നത്, വാലിഡിറ്റി. ഓക്കെ, വണ്ടി ബോഡിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. ടയർ കണ്ടീഷൻ എബോവ് 50% ഉണ്ട്. 50 അല്ല കൂടുതലുണ്ടല്ലേ? 50 കൂടുതലുണ്ട്. ഓക്കെ, അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് വേരിയന്റ് വരുന്നത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണല്ലേ? ഇന്റീരിയറൊക്കെ നീറ്റാണ് കേട്ടോ. അത് അപ്പോഴത്തെ വി ടോപ്പ് എൻഡ് ആണ്. ഓക്കെ, ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. AC വരുന്നുണ്ട്. AC ആൻഡ്രോയിഡ് വരുന്നത്. എയർ ബാഗ് വരുന്നുണ്ട്. എത്ര എയർ ബാഗ് വരുന്നുണ്ട്? പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അന്നത്തെ ഫീച്ചർ വെച്ച് നോക്കുമ്പോൾ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ടോപ്പ് എൻഡ് ഉണ്ട്, അപ്പോൾ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, പ്രൈസ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2,85,000 രൂപയാണ്. 285 നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ. ഫിനാൻസ് കയറുമോ? 10,000 ഫിനാൻസ് കയറില്ല. അടുത്ത വണ്ടി ഹ്യുണ്ടായി എക്സെന്റ്. ഇത് വണ്ടി 2016 മാനുഫാക്ചറിംഗ് ആണ്. 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 16 വണ്ടി 18 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പം അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ 18 മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. പേപ്പർ ഫുൾ 18 തന്നെയാണ്. ഓക്കെ, രജിസ്ട്രേഷൻ മുതൽ എല്ലാം നോക്കുള്ളൂ. ഒന്നുകിൽ വണ്ടി രജിസ്ട്രേഷൻ സമയത്ത് താമസിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് വണ്ടി ഡെലിവറി എടുത്തിട്ടുള്ളത് ആയിരിക്കാം. അതുകൊണ്ടാണ് എന്തായാലും നിലവിൽ 18 മുതൽ രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പേപ്പേഴ്സ് എല്ലാം പക്കയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് SX വേരിയന്റ് ആണ്. ഓക്കെ, പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ ടോപ്പ് എൻഡ് ഉണ്ട്. മാനുവൽ. നമ്മുടെ കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ 98,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയായി? സിംഗിൾ ഓണർഷിപ്പ്. എയർ കണ്ടീഷൻ എബോവ് 50% ഉണ്ട്. 50 അല്ല 70% വരും. ഓക്കെ, കൂടുതലുണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ അത് നല്ല വൃത്തിയിരിപ്പുണ്ട്. ഇതിനകത്ത് റിയർ AC വെന്റ് ഒക്കെ വരുന്നുണ്ടല്ലേ? ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC മാനുവലാണ് വരുന്നത്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എയർ ബാഗും വരുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ എന്താ ഒരു സെഡാൻ ടൈപ്പിലെ ബഡ്ജറ്റിൽ നല്ല എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൈലേജ് എത്ര വരും ബ്രോ? ഇതിന്റെ മൈലേജ് ഒരു 15 പ്രതീക്ഷയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വില എങ്ങനെയാണ് വരുന്നത്? വില നമ്മൾ 3,98,000 രൂപ പ്രതീക്ഷിക്കുന്നു. 3,98,000. ഓക്കെ, ഫിനാൻസോ? ഫിനാൻസ് അല്ല, ഓൾമോസ്റ്റ് ട്രാക്ക് ഉള്ള ഫുൾ ഫിനാൻസ് ചെയ്തു. അപ്പോൾ അടുത്ത വണ്ടി ഗ്രാൻഡ് ഐറ്റൺ. ഇത് വണ്ടി 2017-18 രജിസ്ട്രേഷൻ വരുന്ന ഐറ്റൺ ഗ്രാൻഡ് മോഡലാണ്. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. 73,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്? മാനുവൽ. ഓക്കെ, എയർ കണ്ടീഷൻ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ ബ്രോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണല്ലേ? കമ്പനി ചെക്ക് ചെയ്തിട്ടില്ല. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് അല്ലേ? അതെ, വണ്ടി വാഷ് ചെയ്യണം, പ്രശ്നങ്ങളൊന്നും ഇല്ല. വേറെ ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ഒരു 60-70% ഉണ്ട്. ഇന്റീരിയർ സീറ്റ് കവർ ഫാബ്രിക് ആണല്ലേ? അതെ. ഇതിനകത്തൊരു ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. AC സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. പവർ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ? സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ തൊട്ട് ആസ്തയുടെ തൊട്ട് താഴെ വരുന്നതാണ്. ഓക്കെ, ആസ്തയ്ക്കാകുമ്പോൾ അലോയ്സ് ഒക്കെ വരും അല്ലേ? അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമ്മളത് 4 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 4 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫിനാൻസ് മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് അടുത്തൊരു സെഗ്മെന്റിൽ കുറച്ചുകൂടി വില കൂടിയ വണ്ടി അടുത്ത സെഗ്മെന്റിൽ